സർ, പിണറായി മുസ്ലിം ലീഗിനെതിരെ എന്താണ് പറയാനുള്ളത്? മുസ്ലിം ലീഗിനെതിരെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം കോഴിക്കോട് 1-2 മീറ്റിങ്ങുകളിലാണ് മുസ്ലിം ലീഗിൻ്റെ മുഖം വികൃതമായിരിക്കുന്നു. തീവ്രവാദികളുടെ ജമാഅത്തെ ഇസ്ലാമിയുടെയും അതുപോലെ തന്നെ മറ്റ് തീവ്ര സ്വഭാവമുള്ള PFI SDP വോട്ട് മേടിച്ചാണ് ഇപ്രാവശ്യം ഇത്രയും ഭൂരിപക്ഷം ഉണ്ടാക്കിയതെന്നാണ് പിണറായി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പം ഇലക്ഷന് ശേഷം വന്നിരിക്കുന്ന ആരോപണങ്ങൾ മുസ്ലിം പീഡനത്തിന് മറയ്ക്കാൻ വേണ്ടിയാണ് പിണറായി അങ്ങനെയെന്ന് പറയുന്നതെന്ന് വിചാരിക്കാം. എന്തായാലും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പിണറായി വിജയൻ അല്ലെങ്കിൽ CPM എന്ന് പറയുന്ന പാർട്ടി മുസ്ലിം പീഡനം നടത്തിയതുകൊണ്ടാണ് പാർട്ടിക്ക് ഈ പ്രശ്നമുണ്ടായത് എന്നാണല്ലോ ഇപ്പോൾ പാർട്ടിയുടെ വിലയിരുത്തൽ. സംശയം എന്താണ്? ഇവരുടെ അടിസ്ഥാനപരമായുള്ള വോട്ട് ഹിന്ദുക്കളല്ലേ? വലിയൊരു സമൂഹം ഈഴവരാണ്, അത് ചോരുന്നില്ലേ? അല്ല, ഈഴവ വോട്ടുകളും അടിസ്ഥാന വർഗത്തിൻ്റെ വോട്ടുമാണ് CPMൻ്റെ അടിസ്ഥാന വോട്ടുകളെന്ന് പറയുന്നത്. അതിനകത്ത് ഒരു 10-25% മുസ്ലിം വോട്ടുകളും ഒക്കെ ഇതിന് കിട്ടുന്നുണ്ടായിരുന്നു. അത് പരമ്പരാഗതമായിട്ട് കിട്ടുന്ന വോട്ടുകളാണ്. ഇതിന് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ CPMൻ്റെ ആവശ്യമില്ലാത്ത മുസ്ലിം പീഡനം, അത് ശരിക്കും പറഞ്ഞാൽ CPMന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾക്ക് പോലും ഇഷ്ടപ്പെടാത്തൊരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. നമ്മളീ പറയുമ്പം മുസ്ലിം തീവ്രവാദത്തെ പരസ്യമായിട്ട് എതിർക്കുന്നില്ലെങ്കിലും അതിനോട് എതിർപ്പുള്ള ധാരാളം മുസ്ലിങ്ങളുണ്ട്, ദേശാഭിമാനികളായിട്ട് മുസ്ലിങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സമുദായത്തിൽ നമ്മൾ കാണുന്ന ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം തീവ്രവാദത്തെ എതിർക്കുന്നില്ല, അല്ലെ ഹമാസ് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുന്നില്ല. അത് ശരിയാണെന്ന് പറയുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾ, നമ്മൾ ഈ ഹമാസ് സംരക്ഷണ സമിതിയൊക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആക്കം കേരളത്തിൽ വളരെ കൂടുതലാണ്. അപ്പം അവർ പറയുന്ന അതേ വാചകം തന്നെ CPM പറയുന്നു. CPM സദാം ഹുസൈന് അനുകൂലമായിട്ട് പ്രകടനം നടത്താറുണ്ട്, കാലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. അപ്പം അന്നൊക്കെ ഇത് അത്രയും ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. കാരണം അന്ന് BJPയുടെ ഒരു ഇൻഫ്ലുവൻസ് അത്രയ്ക്ക് അങ്ങോട്ട് കേരളത്തിലില്ല. ഇപ്പം BJPയുടെ ഒരു ഇൻഫ്ലുവൻസ് വന്നപ്പോൾ BJP പറയുന്ന രാഷ്ട്രീയത്തെ എതിർക്കുന്ന രാഷ്ട്രീയമാണ് UDFനും LDFനും ഉള്ളത്. അപ്പോൾ BJP പറയുന്ന രാഷ്ട്രീയത്തെ എതിർക്കുന്ന രാഷ്ട്രീയം വരുമ്പോൾ BJP ഈ മാതിരിയുള്ള കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് അല്ലെങ്കിൽ ജനങ്ങളിൽ എത്തിക്കാൻ തുടങ്ങി. എന്തുകൊണ്ട് CPM പോലുള്ള ഒരു സംഘടന അല്ലെങ്കിൽ ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് അനുകൂലമായിട്ട് പറയുന്നില്ല, അല്ലെങ്കിൽ UDF ഹിന്ദുക്കൾക്ക് അനുകൂലമായിട്ട് പറയുന്നില്ല, ഇന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടും അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളുള്ള രാജ്യദ്രോഹികളായിട്ട് തീവ്രവാദികൾക്ക് അനുകൂലമായിട്ട് പറയുന്നു, ഹമാസിന് അനുകൂലമായിട്ട് പറയുന്നു, പാലസ്തീന് അനുകൂലമായിട്ട് പറയുന്നു, ലോകത്തെ രാജ്യങ്ങളെല്ലാം അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങൾ പോലും അനുകൂലിക്കാത്തടത്ത് CPM അല്ലെങ്കിൽ ഇവിടുത്തെ CPM പോലെയും അല്ലെങ്കിൽ ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് എന്തിനെന്നുള്ള ഒരു സംസാരം വളരെ വ്യാപകമായിട്ട് വരും. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ മുസ്ലിങ്ങൾ CPM വോട്ട് ചെയ്തു. ഈ വോട്ട് ചെയ്തതിന് ശേഷം ജലീൽ ഉൾപ്പെടെയുള്ളവരുടെ ഉപദേശം തേടിയിട്ടാവും പിണറായി വിജയനും ഇവിടുത്തെ CPM ഒക്കെ എന്ന് പറഞ്ഞാൽ ആ വോട്ട് നിലനിർത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ വോട്ട് സഹായമാക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗിനകത്തൊരു വിഘടനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തി. മുസ്ലിം ലീഗിനകത്തെന്ന് പറഞ്ഞാൽ സമസ്തയൊക്കെ മുസ്ലിം ലീഗിൻ്റെ ഭാഗമാണ്. ഈ സമസ്ത എന്ന് പറഞ്ഞാൽ പണ്ഡിതർ, അത് ഈ മലബാർ സൈഡിലൊക്കെ ശക്തമായ സാന്നിധ്യമുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അത് മുസ്ലിം ലീഗിൻ്റെ ഭാഗമായിട്ടാണ് എന്നും നിൽക്കാറുള്ളത്. അതിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് എപ്പോഴും വരുന്നത്. ഈ പ്രാവശ്യത്തെ തങ്ങൾ വന്നപ്പോഴേ ഉള്ളൂ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാറിപ്പോയത്. കാരണം അവർ സംസ്ഥ പറയുന്നത് ഇദ്ദേഹം മതപണ്ഡിതനല്ല, കൊണ്ട് വെക്കാനൊക്കെ തരും. അപ്പം അതൊരു അസാരസ്യമായിട്ട് മുസ്ലിം ലീഗിന് തോന്നിയത് മുതലാക്കാൻ വേണ്ടി വളരെ കൃത്യമായിട്ട് CPM ശ്രമിച്ചിട്ടുണ്ട്. അതിന് പിണറായി വിജയനെ മാത്രം കുറ്റം പറയുന്നുണ്ട്. പിണറായി വിജയൻ മാത്രമൊന്നും അല്ലല്ലോ, CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയാറുണ്ടായിരുന്നു, ഘടകങ്ങൾ പറയാറുണ്ടായിരുന്നു, ആര് സംസാരിച്ചാലും മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ട് സംസാരിക്കാറുണ്ട്, പാലസ്തീൻ അനുകൂലമായിട്ട് പരിപാടികൾ നടത്താറുണ്ട്, പോഷക സംഘടനകൾ സംസാരിക്കുന്നു, പോഷക സംഘടനകൾ DYFI SFI കർഷക സംഘത്തിന് എന്താണ് പ്രശ്നം? അതെ, കർഷക സംഘത്തിന് SFI ഉൾപ്പെടെയുള്ള പരിപാടികൾ മേളിൽ നിന്ന് സംസ്ഥാന കമ്മിറ്റി വിട്ടുകൊടുക്കുന്ന പരിപാടികളാണല്ലോ CPM പോലുള്ള CPM സപ്പോർട്ട് മേളിലത്തെ ഘടകത്തെ അനുസരിച്ച് പ്രവർത്തിക്കുന്ന സംഘടന. അപ്പം ഇവരെല്ലാം ഏറ്റെടുക്കാറുണ്ടായിരുന്നു. SFIയുടെ പരിപാടികൾ പരിശോധിച്ചാൽ അല്ലെങ്കിൽ ചിത്രങ്ങൾ പരിശോധിച്ചാൽ കലാലയങ്ങളിൽ ഇവിടുത്തെ കലോത്സവത്തിൽ ഒരു പേരടിച്ചു വെച്ചിരിക്കും. അപ്പൊ ഇതെല്ലാം നോക്കുമ്പോൾ എല്ലാം മുസ്ലിങ്ങൾക്ക് അനുകൂലമാവുന്ന അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് അനുകൂലമല്ല തീവ്രവാദികൾക്ക് അനുകൂലമാവുന്ന പോസ്റ്ററുകൾ അല്ലെങ്കിൽ സുവനീറുകൾ അല്ലെങ്കിൽ മുദ്രാവാക്യങ്ങൾ അല്ലെങ്കിൽ പ്രകടനങ്ങൾ. ഏറ്റവും അവസാനം കായംകുളത്തെ MSF കോളേജിൽ നമ്മുടെ ഈ ഹമാസ് അനുകൂല യൂണിഫോം ഇട്ടുകൊണ്ട് പ്രകടനം നടത്തി. ഇതൊക്കെ ശരിയല്ല എന്ന് പറയുന്നതിന് ഇവിടുത്തെ CPM പോലുള്ള അല്ലെങ്കിൽ പാർട്ടി നിന്നത്.
അതിനെ ഒന്നും മിണ്ടാതെ പോകുന്ന അവസ്ഥ. മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ, അല്ലെങ്കിൽ മുസ്ലിം തീവ്രവാദികളുടെ വിഷയം വന്നാൽ അത് ഏറ്റെടുത്ത് പ്രകടനം നടത്തുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്ന ഒരവസ്ഥ. ഇത് ഇവിടുത്തെ അടിസ്ഥാന വർഗത്തിനും അല്ലെങ്കിൽ മറ്റു വിഭാഗത്തിനും ഇഷ്ടപ്പെടാതെ. മാത്രമല്ല CPM-ന്റെ മതേതര മുഖം ഇല്ലാതാവുക. അതെ CPM-ന്റെ മതേതര മുഖം എന്ന് പറയുമ്പോഴും, അല്ലെങ്കിൽ ഇതുപോലുള്ള തീവ്രവാദ ഗ്രൂപ്പുകളെ അവർ പറയുന്നത് തീവ്രവാദം അല്ലെങ്കിൽ പാർട്ടി എന്ന് പറയുന്നത് BJP ആണല്ലോ. ഈ BJP ഒരു ഹിന്ദു പാർട്ടി എന്ന് പറയുമ്പോൾ, BJP ഒരിക്കലും ഹിന്ദു പാർട്ടിയായിട്ട് പറഞ്ഞിട്ടില്ല. ഹിന്ദു അല്ലെങ്കിൽ ഹിന്ദുത്വയുടെ ഒരു തർക്കം, അത് ദേശീയതയുടെ മുഖമാണ് അവർ കാണിക്കുന്നത്, അവരൊരു ജാതിയുടെ മുഖമാണ്. അത് പറയുന്ന CPM മുസ്ലിം ലീഗിനോട് കൂട്ടുപിടിക്കാൻ നടക്കുകയാണ്. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഒരു ജാതിയുടെ പാർട്ടി, പേര് പോലും മുസ്ലിം ലീഗ് എന്നാണ്. കാരണം 64 തൊട്ട് അല്ലെങ്കിൽ ഇന്ത്യ വിഭജനത്തിന് കൂട്ടുനിന്ന പാർട്ടിയാണ്. ഇന്ത്യ വിഭജനത്തിന് ശേഷം അല്ലെങ്കിൽ ഇന്ത്യ വിഭജനത്തിന് മുമ്പ് ബ്രിട്ടീഷുകാരായിട്ട് സംസാരിച്ചപ്പോൾ മുസ്ലിം ലീഗ് അന്ന് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യ വിഭജിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അധികാരം തരണമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് അധികാരം തരണമെന്ന് പറയുമ്പം ഞങ്ങളാൽ ഭരിക്കപ്പെട്ട ഇന്ത്യ, അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഞങ്ങൾ മുഗളന്മാരൊക്കെ ഭരിച്ചിരുന്നില്ലേ, അപ്പോൾ ഞങ്ങൾക്ക് അധികാരമാണ്. രണ്ടാമത് ഈ ഞങ്ങൾ ഭരിക്കപ്പെട്ടവരായിട്ട് ഞങ്ങൾക്ക് ഭരിക്കാൻ പറ്റത്തില്ല, അതിന് സാധ്യമല്ലെങ്കിൽ ഞങ്ങൾക്ക് വിശാലമായ ഒരു ഭൂപ്രദേശം സ്വന്തം രാജ്യമായിട്ട് തരണമെന്ന് പറഞ്ഞു. ഇവിടെ നമ്മുടെ ഇവർ പറയുന്നല്ലോ, ഇവരുടെ ഒരു ഇതുണ്ടല്ലോ നിയമം, ശരീഅത്ത് നിയമത്തിന് അനുസൃതമായിട്ടുള്ള ഭരണഘടന ഉണ്ടാവണമെന്ന് പറഞ്ഞു. ഈ മുസ്ലിം ലീഗിന്റെ ബാക്കി പത്രം അപ്പോൾ ഇപ്പൊ നമ്മളിപ്പോ മതേതരവാദി എന്ന് പറയുന്ന ഈ അവശിഷ്ടം തന്നെയാണ് ഇവിടെ എല്ലാരും മതേതരവാദിയാണെന്ന് പറയുന്ന മുസ്ലിം ലീഗ് അതിന്റെ അവശിഷ്ടമാണ്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്. ജിന്നയുടെ പിന്മുറക്ക ജിന്നെ എന്ന് പറഞ്ഞ ഇവിടെ ജിന്നെ കാണാൻ പോയതാണെന്ന് ഫക്രുദ്ദീൻ പറഞ്ഞു കേട്ടില്ല. ജിന്നെ കാണാൻ പോയതായി മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ നേതാക്കന്മാർ. ഇവിടെ സ്വതന്ത്രമായിട്ടൊരു മുസ്ലിം രാജ്യം വേണമെന്ന് കേരളത്തിൽ അതിന് സാധ്യമാകുമെന്ന് പരിശോധിക്കാൻ പോയതാ. ഇന്നെ അന്ന് പറഞ്ഞ് തിരിച്ചു വിട്ടെന്നാ പറയുന്നത്. അത് നമ്മുടെ ഫക്രുദ്ദീൻ പ്രകാശ് ഇതിനകത്ത് പറഞ്ഞു. അപ്പൊ ആ മുസ്ലിം ലീഗിനെ കൂട്ടുപിടിക്കാൻ നടക്കുകയും കൂടെ ചേർക്കാൻ നടക്കുകയും എന്നിട്ട് മതേതരത്വം സംസാരിക്കുകയും ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിന്റെ പാർട്ടിയായിട്ടുള്ള CPM അതിന്റെ ഭാഗമല്ലാതെ വരികയും വോട്ട് ചോരുകയൊക്കെ ചെയ്തപ്പോൾ ഇപ്പോൾ അതിനകത്ത് ആരോപണത്തെ മറയ്ക്കുന്നതിന് വേണ്ടി പിണറായിയും CPM-ഉം കണ്ടുപിടിച്ച ഒരു കുറുക്കു വഴിയാണ്. മനസ്സിലായില്ലേ? കൃത്രിമമായിട്ടുള്ള വഴി. ഇത് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ വീണ്ടും പഴയ കാര്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. മനസ്സിലാവുന്നത്. അപ്പം പിണറായി വിജയൻ ആലോചിക്കേണ്ടത് മുസ്ലിം ലീഗിന്റെ മുഖം വികൃതമാണോ എന്ന് മുസ്ലിം ലീഗ് പരിശോധിക്കാൻ പറയുന്നതിന് പകരം പിണറായി വിജയൻ്റെ പാർട്ടിയും കണ്ണാടിയിൽ നോക്കി ആരുടെ മുഖമാണ് വികൃതമാണത് എന്ന് മനസ്സിലാക്കി ആ വികൃതമായ മുഖം മിനുക്കിയെടുക്കാൻ ശ്രമിക്കുക. അത് എത്രത്തോളം വിജയിക്കുമെന്നുള്ള കാര്യമൊന്നും നമ്മൾക്കറിയത്തില്ല. ഏതായാലും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് CPM-ന്റെ നിലപാടുകൾ, ഇവിടുത്തെ CPM അണികൾ, അടിസ്ഥാന വർഗം CPM-നെ ഇതുവരെ കൊണ്ടു നടന്ന വർഗത്തിന് ഇഷ്ടപ്പെടുന്നതായിരുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നയമായിരുന്നില്ല. ഇനിയെങ്കിലും തിരുത്തിയാൽ തിരിച്ചുവരവ് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ത്രിപുരയിലും അല്ലെങ്കിൽ ലോകത്തും പശ്ചിമ ബംഗാളിൽ ഇവർ ആരുടെ കൂടെ നിന്നു? ഇവർ അവിടുത്തെ ഹിന്ദുക്കളെ മാറ്റി നിർത്തി മുസ്ലിം സംരക്ഷണത്തിന് വേണ്ടി അവസാനം പാർട്ടിയെ തിരിഞ്ഞുകൊത്തി. പശ്ചിമ ബംഗാളിലെ ഹിന്ദു പാർട്ടിയായിരുന്നു CPM. പക്ഷേ ഹിന്ദുക്കളെ എന്നും ദ്രോഹിക്കുന്ന പാർട്ടിയായിട്ട് CPM വന്നു. പ്രധാനപ്പെട്ട ഹിന്ദുക്കളെ ദ്രോഹിക്കുന്ന രീതിയിലേക്ക് വന്നു. ഹിന്ദു പാലായനത്തിൽ അന്ന് ഇവിടുന്ന് വന്ന ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുന്ന വിവാദമായിട്ടൊരു സംഭവമൊക്കെ ഉണ്ട്. അപ്പം അവസാനം തിരിച്ചറിഞ്ഞു, പാർട്ടി വിട്ടു, മമതാ ബാനർജിയെ സപ്പോർട്ട് ചെയ്തു. ഇപ്പം മമതാ ബാനർജിയും ചെയ്തുകൊണ്ടിരിക്കുന്ന CPM ചെയ്തുകൊണ്ടിരുന്ന അതേ പരിപാടിയാണ്. മാത്രമല്ല അവിടെ തീവ്രവാദമാണ് അവർ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത് കിടക്കുന്ന മറ്റൊരു രാജ്യത്തിലെ വലിയൊരു തീവ്രവാദ സംഘടന അവർ വിളിച്ചു കയറ്റി അവിടെ ആധാർ കൊടുക്കുന്നു. മാത്രമല്ല അവര് ഇപ്പോഴത്തെ അവരുടെ ഒരു പോക്കെന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് വെളിയിൽ പശ്ചിമ ബംഗാളിൽ ഒരു കൊണ്ടുവന്ന് ഒരു രാജ്യമാക്കി സ്ഥാപിക്കത്തക്ക രീതിയിലേക്കുള്ള ഒരു പ്രൊമോഷനും അല്ലെങ്കിൽ രീതികളും ഇന്ത്യ ഭരണഘടനയെ ഉൾപ്പെടെ പുച്ഛിക്കുന്ന രീതി, ജുഡീഷ്യറി ഉൾപ്പെടെ പുച്ഛിക്കുന്ന രീതി, അതുപോലെ തന്നെ അവിടെ താമസിക്കാൻ പറ്റാത്ത അവസ്ഥ, ഹിന്ദുക്കൾക്ക് താമസിക്കാൻ അവിടുത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് റിസൾട്ട് സാർ ശ്രദ്ധിച്ചായിരുന്നു. ആ റിസൾട്ട് വന്നതിന്റെ പിന്നാലെ ബംഗാൾ പിടിക്കാൻ BJP ഇറങ്ങി തിരിച്ചു. റിസൾട്ട് വന്നു, BJPക്ക് ബംഗാൾ പിടിക്കാൻ പറ്റിയില്ല. ആ BJPക്ക് വേണ്ടി സംസാരിച്ചൊരു പെൺകുട്ടിയെ അവർ തട്ടിക്കൊണ്ടുപോയി റേപ്പ് ചെയ്ത് കൊന്നു. അത് തന്നെ. അപ്പം ആ രീതിയിൽ ഇസ്ലാമിസ്റ്റുകളുടെ നിയന്ത്രണത്തിലായിരിക്കുകയാണ് പശ്ചിമ ബംഗാൾ. ഇതേ അവസ്ഥയിലേക്ക് കേരളത്തിലെ ആ രീതിയിലേക്ക് കൊണ്ടുപോയി കെട്ടാൻ നോക്കിയതാണ്. അത് ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞ CPM തിരിച്ചു വന്നില്ലെങ്കിൽ CPM-ന്റെ പതനം അതിവിദൂരമല്ലാതെ നടക്കും. അപ്പോൾ ഈ പ്രസ്താവനയ്ക്കകത്ത് കഴമ്പുണ്ടായി തീവ്രവാദ സ്വഭാവമുള്ളവരെ
മുസ്ലിം ലീഗ് മാറ്റി നിർത്തണം എന്ന് പറയുന്നത് പോലെ തന്നെ ജലീലിനെ പോലെയുള്ളവരെയും PDP-യെ പോലെയുള്ളവരെയും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തീവ്രവാദ സംഘടനകളെ കൂട്ടുപിടിച്ച് പാർട്ടി മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറി പാർട്ടിയുടെ പഴയ ഐഡിയോളജി അനുസരിച്ചുള്ള പഴയ സിമി പ്രവർത്തകൻ പ്രവർത്തകന്റെ നിയന്ത്രണത്തിലായിരുന്നു പാർട്ടി കുറേ കാലമായിട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിൽ നിന്നും പുറത്തു വന്ന് പഴയ ഐഡിയോളജിയൊക്കെ വെച്ച് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞു തുടങ്ങിയാൽ പിടിച്ചു നിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യം അധോഗതിയാവും.